നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. G20 രാജ്യങ്ങളിൽ സുരക്ഷാ സൂചികയിൽ സൗദി അറേബ്യ ഒന്നാം സ്ഥാനത്ത്. ജനസംഖ്യയിൽ 92.6% പേർക്കും സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതായി റിപ്പോർട്ട്. കണക്കുകൾ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികകളുടെ അടിസ്ഥാനത്തിൽ. ഷാർജയിലെ ജലവൈദ്യുതി നിരക്കുകളിൽ ഏപ്രിൽ മുതൽ വർധനവ്. 1 ഗാലൻ ജല ഉപയോഗത്തിന് 1 ദിർഹം 5 ഫിൽസ് കൂട്ടും. നടപടി മലിനജല നിർമ്മാർജ്ജനത്തിനായി. കുവൈറ്റിന്റെ ദേശീയ ദിനവും വിമോചന ദിനവും ആഘോഷിക്കാനായി 3 ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 25, 26, 27 തീയതികളിൽ അവധി അനുവദിച്ച് സിവിൽ സർവീസ് കമ്മീഷൻ. സാങ്കേതിക വിദ്യ തൊഴിൽ ഇല്ലാതാക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ AI ആക്ഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. AI സാധ്യതകൾ അനന്തമെന്നും തെറ്റായ വാർത്തകളെയും ഡീപ് ഫേക്കിനെയും പ്രതിരോധിക്കണമെന്നും നരേന്ദ്രമോദി. സ്വകാര്യ സർവകലാശാലയുമായി സർക്കാർ മുന്നോട്ട്. സർവകലാശാല കച്ചവടത്തിനല്ലെന്ന് മുഖ്യമന്ത്രി. സാമൂഹ്യനീതിയും സംവരണവും ഉറപ്പാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തണമെന്ന് SFI, എതിർപ്പുമായി AISF. സഭയിൽ ബിൽ അവതരിപ്പിക്കുന്നതിൽ നാളെ തീരുമാനം. വാർത്തകൾ വിശദമായി. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20 രാജ്യങ്ങളിൽ സുരക്ഷാ സൂചികയിൽ സൗദി അറേബ്യ ഒന്നാം സ്ഥാനത്ത്. സൗദിയിൽ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ജനസംഖ്യയിൽ 92.6% പേർക്കും സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികകളുടെ ഡേറ്റാബേസിലാണ് ഈ കണക്കുകൾ ഉള്ളത്. കുവൈറ്റിൽ ദുരഭിമാന കൊലപാതകങ്ങൾക്ക് ശിക്ഷ ശക്തമാക്കുന്നു. പുതിയ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നാൽ ദുരഭിമാന കൊലയാളിക്ക് സാധാരണ കൊലപാതക കേസുകൾക്ക് വിധിക്കുന്ന അതേ ശിക്ഷ ബാധകമായിരിക്കും. കുവൈത്തിൽ ദുരഭിമാന കൊലപാതകങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ പുരുഷന്മാരായ ഘാതകർക്കെതിരെ ശിക്ഷാ ഇളവ് വ്യവസ്ഥ ചെയ്യുന്ന 1960 ശിക്ഷാ നിയമത്തിന്റെ 153 അനുച്ഛേദം റദ്ദാക്കുവാൻ തീരുമാനം. നീതിന്യായ വകുപ്പ് മന്ത്രി നാസർ അൽ സുമൈദാണ് സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത്. ഒരാൾ തൻ്റെ മാതാവ്, ഭാര്യ, മകൾ അല്ലെങ്കിൽ സഹോദരി എന്നിവരിൽ ആരെങ്കിലും അന്യപുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് കൊലപ്പെടുത്തിയാൽ ശിക്ഷയിൽ ഇളവ് നൽകുന്ന നിലവിലെ നിയമത്തിലാണ് ഭേദഗതി വരുത്തുന്നത്. ഈ നിയമത്തിന് ഇസ്ലാമിക ശിക്ഷാ നിയമത്തിലോ കുവൈത്ത് ഭരണഘടനയിലോ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഇത് സ്ത്രീ പുരുഷന്മാർക്കിടയിലെ സമത്വത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രവുമല്ല, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളിൽ നിന്ന് കുവൈറ്റിന് ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന നിയമങ്ങളിൽ ഒന്നാണ് ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയമം പ്രാബല്യത്തിൽ വന്നാൽ ദുരഭിമാന കൊലയാളിക്ക് സാധാരണ കൊലപാതക കേസുകൾക്ക് വിധിക്കുന്ന അതേ ശിക്ഷ ബാധകമായിരിക്കും. പുതിയ നിയമ ഭേദഗതി അടുത്ത മന്ത്രിസഭായോഗത്തിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, കുവൈറ്റ്. കുവൈറ്റിൽ നിരോധിത ഇടങ്ങളിൽ U-ടേൺ നടത്തിയ വാഹന ഉടമകൾക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. രാജ്യത്തെ വിവിധ പാതകളിൽ ഈയിടെ സ്ഥാപിച്ച അത്യാധുനിക ക്യാമറകൾ വഴി കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കെതിരെയാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. നിയമലംഘകർക്കെതിരെ 2 മാസക്കാലം വാഹനം പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളാണ് സ്വീകരിക്കുക. രാജ്യത്തെ ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും മികച്ച സ്മാർട്ട് നഗരമെന്ന ദുബായിയുടെ പ്രയാണത്തിൽ റെയിൽ ബസ് എന്ന പുതിയ യാത്രാ സംവിധാനം പ്രഖ്യാപിച്ച ദുബായ് RTA. ഒരേ സമയം 40 പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽ ബസിൻ്റെ മാതൃക ദുബായിൽ നടക്കുന്ന വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടിയിൽ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അവതരിപ്പിച്ചു. മണിക്കൂറിൽ പരമാവധി 100 കിലോമീറ്റർ വേഗതയിൽ റെയിൽ ബസ്സിന് സഞ്ചരിക്കാനാകും. എലിവേറ്റഡ് ട്രാക്കുകളിലാകും റെയിൽ ബസ് സഞ്ചരിക്കുക. തടസ്സങ്ങളില്ലാത്ത യാത്ര ഉറപ്പാക്കാൻ മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളുമായി റെയിൽ ബസ്സിനെ സംയോജിപ്പിക്കുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഷാർജയിലെ ജലവൈദ്യുതി നിരക്കിൽ ഏപ്രിൽ 1 മുതൽ വർധനവ് വരും. മലിനജല നിർമ്മാർജ്ജന നിരക്കെന്ന നിലയിൽ 1 ദിർഹം 5 ഫിൽസ് കൂടി
ജലവൈദ്യുതി ബില്ലിനൊപ്പം ചേർക്കാനാണ് തീരുമാനം. 1 ഗാലൻ ജല ഉപയോഗത്തിനാണ് ഈ നിരക്ക് ഈടാക്കുക. ഷാർജ കിരീടാവകാശിയും ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസ്മിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. ഏപ്രിൽ 1-ാം തീയതി മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. എമിറാത്തി പൗരന്മാരെ ഈ നിരക്ക് വർധനവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കുവൈറ്റിൻ്റെ ദേശീയ ദിനവും വിമോചന ദിനവും ആഘോഷിക്കുന്നതിനായി സിവിൽ സർവീസ് കമ്മീഷൻ 3 ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 25 ചൊവ്വാഴ്ചയും ഫെബ്രുവരി 26 ബുധനാഴ്ചയും സർക്കാർ ഓഫീസുകൾ, മന്ത്രാലയങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, സംസ്ഥാന ഏജൻസികൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും. കൂടാതെ ഫെബ്രുവരി 27 വ്യാഴാഴ്ച വിശ്രമ ദിനമായി നിശ്ചയിച്ചിരിക്കുന്നതിനാൽ അവധിക്കാലാവധി ഫലപ്രദമായി നീട്ടിയിട്ടുണ്ട്. മാർച്ച് 2 ഞായറാഴ്ച പതിവ് പ്രവൃത്തി സമയം പുനരാരംഭിക്കും. അവശ്യ സേവനങ്ങൾക്കുള്ള മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സ്ഥാപനങ്ങൾക്കും അവരുടെ ആഭ്യന്തര നയങ്ങളെ അടിസ്ഥാനമാക്കി ക്രമീകരിച്ച ഷെഡ്യൂളുകളിൽ പ്രവർത്തിക്കാൻ കഴിയും. ഫെബ്രുവരിയോടനുബന്ധിച്ച് പുതിയ പാക്കേജുകൾ പ്രഖ്യാപിച്ച കുവൈറ്റിലെ പ്രമുഖ ആരോഗ്യ പരിരക്ഷാ ദാതാക്കളായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ്. കുവൈറ്റിലെ എല്ലാ ശാഖകളിലും 2025 ഫെബ്രുവരി 1 മുതൽ 28 വരെയാണ് പാക്കേജ് ലഭ്യമാകുന്നത്. GP കൺസൾട്ടേഷൻ, ബ്ലഡ് ഷുഗർ, ലിപ്പിഡ് പ്രൊഫൈൽ, ക്രിയാറ്റിൻ, ALT, യൂറിക് ആസിഡ്, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, വൈറ്റമിൻ D, ബ്ലഡ് കൗണ്ട്, യൂറിൻ റൊട്ടീൻ, BP ചെക്കപ്പ്, ECG തുടങ്ങിയ പരിശോധനകൾക്കാണ് മിതമായ നിരക്കിൽ പാക്കേജ് ലഭ്യമാവുന്നത്. ഈ പരിശോധനകൾക്ക് 12 കുവൈറ്റ് ദിനാർ മാത്രമാണ് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ഈടാക്കുന്നത്. സമഗ്രമായ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുക, ആരോഗ്യം വീണ്ടെടുക്കുക എന്ന പ്രമേയമാണ് മെട്രോ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. പാക്കേജ് ലഭിക്കാനായി 22022020 22022015 എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഫാർമസികളിലും പ്രത്യേക ഓഫറുകൾ 2025 ഉടനീളം ലഭ്യമായിരിക്കും. ഡോക്ടർ കൺസൾട്ടേഷനുകൾ ഉൾപ്പെടെ എല്ലാ ബില്ലിങ്ങിനും 30% ക്യാഷ് ബാക്ക്, ഫാർമസികളിൽ എല്ലാ ബില്ലിങ്ങിനും 15% ക്യാഷ് ബാക്ക്, 1 KD മുതൽ 10 KD വരെയുള്ള സമഗ്രമായ ഹെൽത്ത് ലാബ് പാക്കേജുകൾ എന്നിവയും മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് നൽകുന്നുണ്ട്. അമൃത ന്യൂസ്, കുവൈറ്റ്. അലൈനിലെ പുതിയ വാണിജ്യ കേന്ദ്രമായ അലൈൻ കമ്മ്യൂണിറ്റി സെന്ററിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കും. ലുലു റീറ്റെയിലും അൽ ഫലാജ് ഇൻവെസ്റ്റ്മെന്റും ഇത് സംബന്ധിച്ച ധാരണയിലെത്തി. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ ലുലു റിറ്റെയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൈഫി രൂപാവാലയും അൽഫലാജ് ഇൻവെസ്റ്റ്മെന്റ് മാനേജിംഗ് ഡയറക്ടർ ഹംദാൻ അൽ കദ്ബിയും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അൽ ഐൻ നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പുതിയ വാണിജ്യ കേന്ദ്രമായ അൽ ഐൻ കമ്മ്യൂണിറ്റി സെന്ററിലാണ് 20,000 ചതുരശ്രയുടെ വിസ്തീർണത്തിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നത്. അൽ ഐനിലെ പുതിയ പദ്ധതിക്കായി അൽഫലാജ് ഇൻവെസ്റ്റ്മെന്റുമായി സഹകരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് MA യൂസഫ് അലി പറഞ്ഞു. അമൃത ന്യൂസ്, ദുബായ്. പെരിന്തൽമണ്ണ NRI ഫോറം പെൻറിഫ് ദേശോത്സവ് എന്ന പേരിൽ സ്നേഹസംഗമം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 13 വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് ജിദ്ദ ലയാലി നൂർ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. സംഗീത വിരുന്നും കലാപരിപാടികളും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ദുബായിൽ നടക്കുന്ന 12ാമത് ലോക ഗവൺമെൻറ് ഉച്ചകോടിയെ പിന്തുണയ്ക്കുന്നതിനായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് പ്രത്യേക പാസ്പോർട്ട് സ്റ്റാമ്പ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ദുബായിലെത്തിയ സന്ദർശകരുടെ പാസ്പോർട്ടിൽ ഈ സ്റ്റാമ്പ് പതിച്ചാണ് സ്വാഗതം ചെയ്തത്. ഉച്ചകോടിയുടെ പ്രാധാന്യം പൊതുജനങ്ങളിലും സഞ്ചാരികളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഉദ്യമം. ദുബായിൽ നടക്കുന്ന വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും വിവിധ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. ഭാവി സർക്കാരുകൾക്ക് രൂപം നൽകുന്നു എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് നടക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടി ഫെബ്രുവരി 13 സമാപിക്കും. വിദ്യാഭ്യാസ കച്ചവടത്തിനല്ല, കൂടുതൽ മികവ് നേടുന്നതിനാണ് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് അനുഭവിക്കുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ നീതിയും സംവരണവും കാത്തു സൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാശ്രയ സർവകലാശാല മന്ത്രിസഭ ചർച്ച ചെയ്തുവെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിയന്ത്രണമുള്ള സർവകലാശാല ആവും നിലവിൽ വരികയെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും പറഞ്ഞു. ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസം കണക്കാക്കിയാൽ 3 സർവകലാശാലകൾ മുൻപന്തിയിലുണ്ട്. ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം എങ്ങനെ മാറി വന്നു എന്നതിൻ്റെ തെളിവാണ്. ഇന്ത്യയിൽ ഇന്ന് 26 സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്.
വിദ്യാഭ്യാസ കച്ചവടത്തിനല്ല, കൂടുതൽ മികവ് നേടുന്നതിനാണ് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അത് അനുവദിക്കുമ്പോൾ കേരളത്തിന്റെ സാമൂഹ്യനീതിയും സംവരണവും കാത്തുസൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ ജില്ലാ CPM സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ അവസരമൊരുക്കി കൊടുക്കുകയല്ല, എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് നേടുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാവുക എന്ന് പ്രധാനമാണ്. അപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ മറ്റെല്ലായിടങ്ങളിലുമുള്ള കാര്യം കേരളത്തിൽ അനുവദിച്ചുകൂടെ എന്ന ചോദ്യം സ്വാഭാവികമായി ഞങ്ങൾ നേരിട്ടു. എന്തു ചെയ്യും? വേണ്ടാന്ന് നോക്കണോ? അത് അനുവദിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് ഞങ്ങൾ എടുത്തു. കാലഘട്ടത്തിന് അനിവാര്യമായ തീരുമാനമാണിതെന്നും പൊതു സർവകലാശാലകളെ മാറ്റങ്ങളിലേക്ക് നയിക്കാവുന്ന തീരുമാനമെന്നും മന്ത്രി R. ബിന്ദുവും കൂട്ടിച്ചേർത്തു. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. ഗവൺമെന്റിന് കൃത്യമായി നിരീക്ഷിക്കാനാവുന്ന സംവിധാനമാകും നടപ്പിലാക്കുക. സംവരണ മാനദണ്ഡങ്ങളടക്കം ഉൾപ്പെടുത്തിയാവും ബില്ല് അവതരിപ്പിക്കുക. അമൃത ന്യൂസ്, തൃശൂർ. അതേസമയം സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകും. സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരുന്നു. ഇക്കാര്യം നാളെ കാര്യോപദേശക സമിതി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. നിയമസഭയുടെ ഈ സെക്ഷൻ അവസാനിക്കുന്ന വ്യാഴാഴ്ചയോ March 3 ചേരുന്ന അടുത്ത സമ്മേളനത്തിലോ ബില്ല് അവതരിപ്പിക്കാനാണ് ശ്രമം. അതേസമയം സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിന് വമ്പൻ കമ്പനികൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. AI സാധ്യതകൾ അനന്തമെന്ന് പാരീസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെറ്റായ വാർത്തകളെയും ഡീപ് ഫേക്കിനെയും പ്രതിരോധിക്കണമെന്നും മോദി പറഞ്ഞു. സാങ്കേതിക വിദ്യ തൊഴിൽ ഇല്ലാതാക്കില്ല എന്നും തൊഴിൽ രീതി കാലത്തിനൊത്ത് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർണായക പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൽ നിയമസഭയിൽ 2.5 മണിക്കൂർ അടിയന്തര പ്രമേയം ചർച്ച നടക്കും. കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയെന്ന് പ്രതിപക്ഷം സഭയിൽ ആരോപിച്ചു. എക്സൈസിന് കാര്യമായ ഇൻ്റലിജൻസ് സംവിധാനമില്ലെന്നും വിമുക്തി പരാജയമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. എക്സൈസ് ഉദ്യോഗസ്ഥർ കൃത്യമായി പരിശോധിച്ചിട്ടാണോ കേസെടുക്കുന്നതെന്ന് പ്രതിഭ MLAയുടെ ചോദ്യവും ഉണ്ടായി. ആഗോളതലത്തിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നതിന് ആനുപാതികമായി കേരളത്തിലും ഉപയോഗം കൂടുന്നുവെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷും പ്രതികരിച്ചു. അടിമപ്പെട്ട് ക്രൂരമായ കൊലപാതക പരമ്പരകൾ നിത്യേനയുണ്ടാകുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് 2.5 മണിക്കൂർ ചർച്ച നടത്തി. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും കൊലപ്പെടുത്തുന്ന യുവാക്കളുടെ വാർത്തകൾ നിത്യസംഭവമായി മാറുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് PC വിഷ്ണുനാഥ് പറഞ്ഞു. നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഗൗരവം സർക്കാർ ഉൾക്കൊള്ളണമെന്നും PC വിഷ്ണുനാഥ്. ഈ ഒരുപാട് അമ്മമാര് നെഞ്ചു നീറി വീടുകളിൽ പുറത്തുപോലും പറയാൻ കഴിയാതെ കഴിയുകയാണ് സാർ. ലഹരി വലയിൽപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന മക്കളെ ഭയന്ന് കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളം മാറുകയാണ് സാർ. രാസലഹരിയുടെ ചുഴിയിൽപ്പെട്ട് ജീവിതം സഹജീവിയെ പോലും കൊല്ലാൻ മടിയില്ലാതായ ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരികയാണ് സാർ. ഭരണപ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിച്ച ഓരോ അംഗങ്ങളും പ്രമേയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ലഹരിക്കെതിരെ നിലപാടെടുത്തു. കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയെന്നും എക്സൈസ് സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല എന്നും പ്രതിപക്ഷം വിമർശിച്ചു. 2022 വിഷയം സഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ചപ്പോൾ ഒരുമിച്ച് പോരാടാമെന്ന് മുഖ്യമന്ത്രി പറയുകയും 2 വർഷങ്ങൾ പിന്നിട്ടിട്ട് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. എക്സൈസിനൊരു വൃത്തിയായിട്ടുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനം ഉണ്ടോ? ഒരു കേസ് പിടിച്ചാൽ ഇതിന്റെ സോഴ്സ് എവിടെയാണ് എന്ന് അന്വേഷിച്ചു പോകാനുള്ള ഒരു മെക്കാനിസമോ ഒരു മെഷീനറിയോ ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്താൽ മതിയോ? അവരെ കൊലക്ക് കൊടുത്താൽ മതിയോ? കാര്യഗൗരവമുള്ള വിഷയം ഹൃദയസ്പർശിയായ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ച PC വിഷ്ണുനാഥിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എക്സൈസ് മന്ത്രി MB രാജേഷ് മറുപടി പറഞ്ഞത്. എന്നാൽ കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയെന്ന പ്രതിപക്ഷ പ്രസ്താവന തെറ്റെന്നും ആഗോളതലത്തിൽ ഉപഭോഗം കൂടുമ്പോൾ ആനുപാതികമായി കേരളത്തിലും വർദ്ധിക്കുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് 4 അതിർത്തി മേഖലകളിൽ തിരുവനന്തപുരം, കാസർഗോഡ്, വയനാട്, പാലക്കാട് ഈ 4 അതിർത്തി മേഖലകളിൽ കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
മഫ്തി പോലീസിന്റെ നിരീക്ഷണം സ്കൂളുകൾ, കോളേജുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിനിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് എക്സൈസ് എടുക്കുന്ന കേസുകൾ ആവശ്യമായ പരിശോധന നടത്തിയാണോ എന്ന് യു പ്രതിഭ MLA മന്ത്രിയോട് ചോദ്യമുന്നയിച്ചു. പരിശോധനയില്ലാതെയോ പകപോക്കലിനോ കേസുകളെടുത്താൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി MP രാജേഷ് മറുപടി പറഞ്ഞു. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗത്തിൽ ഒരുമിച്ച് പോരാടാമെന്ന് ഭരണപ്രതിപക്ഷം നിലപാടെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൽ നിയമസഭയിൽ 2.5 മണിക്കൂർ അടിയന്തര പ്രമേയ ചർച്ച. കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയെന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. എക്സൈസിന് കാര്യമായ ഇന്റലിജൻസ് സംവിധാനം ഇല്ല എന്നും വിമുക്തി പരാജയമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. എക്സൈസ് ഉദ്യോഗസ്ഥർ കൃത്യമായി പരിശോധിച്ചിട്ടാണോ കേസ് എടുക്കുന്നതെന്ന് യു പ്രതിഭ MLAയുടെ ചോദ്യവും ഉയർന്നു. ആഗോളതലത്തിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നതിന് ആനുപാതികമായി കേരളത്തിലും ഉപയോഗം കൂടുന്നുവെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷും പ്രതികരിച്ചു. ലഹരിക്കടിമപ്പെട്ട് ക്രൂരമായ കൊലപാതക പരമ്പരകൾ നിത്യേനയുണ്ടാകുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് 2.5 മണിക്കൂർ ചർച്ച നടത്തി. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും കൊലപ്പെടുത്തുന്ന യുവാക്കളുടെ വാർത്തകൾ നിത്യസംഭവമായി മാറുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് PC വിഷ്ണുനാഥ് പറഞ്ഞു. നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഗൗരവം സർക്കാർ ഉൾക്കൊള്ളണമെന്നും PC വിഷ്ണുനാഥ്. ഈ ഒരുപാട് അമ്മമാര് നെഞ്ചു നീറി വീടുകളിൽ പുറത്തുപോലും പറയാൻ കഴിയാതെ കഴിയുകയാണ് സാർ. ലഹരി വലയിൽപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന മക്കളെ ഭയന്ന് കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളം മാറുകയാണ് സാർ. രാസലഹരിയുടെ ചുഴിയിൽപ്പെട്ട് ജീവിതം സഹജീവിയെ പോലും കൊല്ലാൻ മടിയില്ലാതായ ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരികയാണ് സാർ. ഭരണപ്രതിപക്ഷത്തു നിന്ന് സംസാരിച്ച ഓരോ അംഗങ്ങളും പ്രമേയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ലഹരിക്കെതിരെ നിലപാടെടുത്തു. കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയെന്നും എക്സൈസ് സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല എന്നും പ്രതിപക്ഷം വിമർശിച്ചു. 2022 വിഷയം സഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ചപ്പോൾ ഒരുമിച്ച് പോരാടാമെന്ന് മുഖ്യമന്ത്രി പറയുകയും 2 വർഷങ്ങൾ പിന്നിട്ടിട്ട് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. എക്സൈസിനൊരു വൃത്തിയായിട്ടുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനമുണ്ടോ? ഒരു കേസ് പിടിച്ചാൽ ഇതിന്റെ സോഴ്സ് എവിടെയാണ് എന്ന് അന്വേഷിച്ചു പോകാനുള്ള ഒരു മെക്കാനിസമോ ഒരു മെഷീനറിയോ ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്താൽ മതിയോ? അവരെ കൊലയ്ക്ക് കൊടുത്താൽ മതിയോ? കാര്യഗൗരവമുള്ള വിഷയം ഹൃദയസ്പർശിയായ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ച PC വിഷ്ണുനാഥിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എക്സൈസ് മന്ത്രി MP രാജേഷ് മറുപടി പറഞ്ഞത്. എന്നാൽ കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയെന്ന പ്രതിപക്ഷ പ്രസ്താവന തെറ്റെന്നും ആഗോളതലത്തിൽ ഉപഭോഗം കൂടുമ്പോൾ ആനുപാതികമായി കേരളത്തിലും വർദ്ധിക്കുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് 4 അതിർത്തി മേഖലകളിൽ തിരുവനന്തപുരം, കാസർഗോഡ്, വയനാട്, പാലക്കാട് ഈ 4 അതിർത്തി മേഖലകളിൽ കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മഫ്തി പോലീസിന്റെ നിരീക്ഷണം സ്കൂളുകൾ, കോളേജുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിനിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് എക്സൈസ് എടുക്കുന്ന കേസുകൾ ആവശ്യമായ പരിശോധന നടത്തിയാണോ എന്ന് യു പ്രതിഭ MLA മന്ത്രിയോട് ചോദ്യമുന്നയിച്ചു. പരിശോധനയില്ലാതെയോ പകപോക്കലിനോ കേസുകളെടുത്താൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി MP രാജേഷ് മറുപടി പറഞ്ഞു. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗത്തിൽ ഒരുമിച്ച് പോരാടാമെന്ന് ഭരണപ്രതിപക്ഷം നിലപാടെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം കണ്ടഞ്ചിറ എണ്ണപ്പനത്തോട്ടത്തിൽ തീപിടുത്തം. തീ വനത്തിനുള്ളിലേക്ക് പടർന്നു പിടിക്കുന്ന സാഹചര്യമാണിപ്പോൾ. 100ഓളം ഹെക്ടർ കത്തി നശിച്ചു. തീ നിയന്ത്രണ വിധേയമെന്ന് അധികൃതർ പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സുജിത്ത്, കഴിഞ്ഞ മണിക്കൂറുകളായി ആശങ്ക പരത്തിക്കൊണ്ടാണ് തീ പടർന്നു പിടിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ്? തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? രാജേഷ്, ഏതാണ്ട് 100 ഹെക്ടറിലധികം തീ പടർന്നു പിടിച്ചിരുന്നു. ഏതാണ്ട് 300-ലധികം ഹെക്ടറാണ് ഈ എണ്ണപ്പനത്തോട്ടം വ്യാപിച്ചു കിടക്കുന്നത്. അതിൽ ഇപ്പോൾ ഏതാണ്ട് 100 ഹെക്ടറിലധികം ഭാഗത്ത് തീ പിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വനാതിർത്തികൾ വരെ തീ കടന്നിരിക്കുന്നു. ഉൾവനത്തിലേക്ക് തീ പടരാതിരിക്കാനുള്ള തീവ്ര പരിശ്രമമാണ് ഫയർഫോഴ്സും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ ആദ്യം വൈകിട്ട് 4 മണി സമയത്തൊക്കെ ഇവിടെ തീ അണയ്ക്കുന്നതിന് വേണ്ടി 2 യൂണിറ്റുകളിൽ നിന്നുള്ള 2 ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ നിന്നുള്ള 3 വാഹനങ്ങൾ
മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാലും വൈകുന്നേരത്തോടു കൂടി ഇപ്പോൾ പത്തനാപുരത്തെ യൂണിറ്റ് കൂടി എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വനാതിർത്തി മേഖലകളിലേക്ക് എത്തിക്കൊണ്ട് അവിടെ ഫയർ ലൈൻ നേരത്തെ തന്നെ തെളിയിച്ചിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്ത് തീ പടർന്നു പിടിക്കുമ്പോൾ തന്നെ വനംവകുപ്പ് വനാതിർത്തികളിൽ കൃത്യമായി ഫയർ ലൈൻ സ്ഥാപിച്ചുകൊണ്ട് അവിടെ വാച്ചർമാരെ അടക്കം നിയോഗിച്ചുകൊണ്ട് തീ പടരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ വനാതിർത്തി മേഖലകളിലേക്കൊക്കെ തീ പടർന്നു. ചില ഗ്രാമപ്രദേശങ്ങൾ വീടുകളുടെ സമീപം വരെ തീ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു. ഇപ്പോൾ നമുക്കൊപ്പം അമൃത ടിവിക്കൊപ്പം ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം സാമു നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരിധിവരെ നമുക്കിപ്പോൾ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർഫോഴ്സ്, ഓയിൽ ഫാം ലിമിറ്റഡിലെ ജീവനക്കാർ ഒക്കെ വലിയ ഒരു അളവിൽ അതിനുള്ള പരിശ്രമം ഈ രാത്രിയിൽ തുടരുകയാണ്. എന്നാൽ പൂർണ്ണമായി നമുക്കത് ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ഈ തീ ഉള്ള പ്രദേശങ്ങളിൽ എത്തിച്ചേരുക താരതമ്യേന ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. കുന്നുചെരുവുകളും മലനിരകളും കടന്നു ചെല്ലാൻ ഫയർ യൂണിറ്റുകൾക്ക് പോലും കഴിയാത്ത സാഹചര്യത്തിൽ മാനുവലായിട്ടാണ് പലപ്പോഴും ഇത് അണച്ചുകൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിൽ ഈ ഓയിൽ ഫാമിനോട് ചേർന്ന് കിടക്കുന്നത് മാഞ്ചിയം പ്ലാന്റേഷനാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ മാഞ്ചിയം പ്ലാന്റേഷനിൽ തീ പിടിക്കുകയുണ്ടായി വൈകുന്നേരം. ആ മാഞ്ചിയം പ്ലാന്റേഷൻ അതിരിടുന്നത് ജനവാസ കേന്ദ്രത്തിലാണ്, ജനവാസ മേഖലയിലാണ്. പക്ഷേ ഞങ്ങളെല്ലാം കൂടെ പോയി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാം ചേർന്ന് അതൊരു പരിധി വരെ അണച്ചിട്ടുണ്ട്. ജനങ്ങളെ നേരിട്ട് ബാധിക്കാത്ത നിലയിലുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എങ്കിലും പൂർണ്ണ അർത്ഥത്തിൽ തീ കെട്ടു എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രദേശത്ത് കെടുമ്പോൾ മറ്റൊരു പ്രദേശത്ത് ഇപ്പോൾ കാറ്റ് അടങ്ങിയതാണ് ഇപ്പോൾ ഏക ആശ്വാസം. ഉച്ചയ്ക്കൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റാണ് തീ പടരാൻ ഇത്ര വേഗം പടർന്നു പിടിക്കാൻ ഒരു കാരണമായി മാറിയത്. പക്ഷേ ഇപ്പോൾ കാറ്റില്ല. ഇതെന്തോ ഒരു അനുകൂലമായ അവസ്ഥയാണ്. ചെറിയ മഞ്ഞുണ്ട്, പക്ഷേ പുകപടലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എങ്കിലും വലിയ ഒരു പരിശ്രമം, കൂട്ടായ ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആളപായമൊന്നും ഉണ്ടാകാതിരുന്നത് തന്നെയാണ് വലിയൊരു ആശ്വാസകരമായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നുണ്ട് ചില മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ തീ അണച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തീ പുകഞ്ഞ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ പുകഞ്ഞ് കത്തുന്ന പല ഭാഗത്തും, ഞാൻ നിൽക്കുന്ന ഭാഗത്ത് കണ്ടഞ്ചിറ എസ്റ്റേറ്റ് ഭാഗത്തും ഉൾപ്പെടെ പലയിടത്തും ഇങ്ങനെ തീ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പുക ഒരു വലിയ പ്രശ്നമാണ്. കൂടാതെ തീ നിയന്ത്രണ വിധേയമാക്കാൻ പരമാവധി സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു നിഗമനത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. എങ്കിലും പലയിടത്തും തീ അണയ്ക്കുമ്പോൾ മറ്റൊരിടത്തേക്ക് തീ പടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും കോടികളുടെ നഷ്ടമാണ് ഓയിൽ പാം എസ്റ്റേറ്റിന് ഇപ്പോൾ നിലവിൽ ഉള്ളത്. രാജേഷ്, സുജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലം കണ്ടഞ്ചിറ എണ്ണപ്പന തോട്ടത്തിൽ തീപിടുത്തം. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമെന്നാണ് സുജിത്ത് തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വാർത്തകളിലേക്ക്. പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി. മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അനന്തു പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ജാമ്യം നൽകിയാൽ പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ജാമ്യം അനുവദിക്കാനാകില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. പാതിവില തട്ടിപ്പിൽ കാസർകോട്ടും ഇരകൾ. കാഞ്ഞങ്ങാട്ടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ നിന്നും 41 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. കുമ്പടാജെ മൈത്രി ലൈബ്രറിയിലെ നിക്ഷേപകരുടെ 30 ലക്ഷത്തിൽ പരം രൂപയും നഷ്ടമായി. പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ്, സ്കൂട്ടി, തയ്യൽ മെഷീൻ, സ്കൂൾ കിറ്റ് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുള്ള നിക്ഷേപ തട്ടിപ്പിൽ ജില്ലയിൽ 150 പേർക്കാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് മോനാച്ച കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സോഷ്യൽ എക്കണോമിക്സ് ഡെവലപ്മെന്റ് സംഘടന വഴി പണമടച്ച 106 പേർക്ക് 41 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ലഭിക്കാനുള്ളത്. 39 സ്കൂട്ടി, 67 ലാപ്ടോപ്പ് എന്നിവയ്ക്കായാണ് പണമടച്ചത്. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ സംഘടനാ ഭാരവാഹികൾ പരാതി നൽകി. പണമടച്ചവരിൽ 1000-ഓളം പേർക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ മുൻപ് ലഭിച്ചതായും സംഘടനാ ഭാരവാഹി പറഞ്ഞു. നാളിതുവരെയായി 538 തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്. 161 പേർക്ക് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. 132 സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ലക്ഷം രൂപയുടെ ജൈവവളം, 6 ലക്ഷം രൂപയുടെ വളം 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് 60 കർഷകർക്ക്. പിന്നെ 5 ആൾക്ക് വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതിൽ പെട്ടത്. കുമ്പടാജെ മൈത്രി സംഘടന വഴി പണമടച്ച് അപേക്ഷ നൽകിയവർക്കും സാധനങ്ങൾ ലഭിക്കാനുണ്ട്. ലാപ്ടോപ്പിനായി പണമടച്ച 5,35,000 രൂപയും മറ്റ് സാധനങ്ങൾക്കായി അടച്ച 20,09,200 രൂപയും നഷ്ടമായിട്ടുണ്ട്. മൈത്രിയുടെ പ്രസിഡന്റ് പ്രസാദ് ഭണ്ഡാരി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. NGO കോൺഫെഡറേഷന് കീഴിലുള്ള 3 ചാരിറ്റി സംഘടനകൾ വഴിയാണ് കാസർഗോഡ് ജില്ലയിൽ സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഡിജിറ്റൽ സർവകലാശാല VC
സിസ തോമസിന്റെ കേസിൽ സർക്കാരിന് തിരിച്ചടി. സിസ തോമസിന്റെ താൽക്കാലിക പെൻഷനും കുടിശ്ശികയും 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. സ്ഥിരം പെൻഷനും മറ്റ് സർവീസ് ആനുകൂല്യങ്ങളും എത്രയും നാൾ എന്തുകൊണ്ട് നൽകിയില്ല എന്നതിൻ്റെ കാരണം ഫയൽ ചെയ്യാനും നിർദ്ദേശിച്ചു. 2022 നവംബറിലായിരുന്നു ഗവർണറുടെ ഉത്തരവ് പ്രകാരം സിസ തോമസ് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതല ഏറ്റെടുത്തത്. ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ പോയെങ്കിലും സിസയ്ക്ക് അനുകൂലമായ ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടായത്. സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും ഹർജി തള്ളി. ഈ സാഹചര്യത്തിൽ വിരമിച്ച ശേഷം സിസ തോമസിന് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ നൽകിയിരുന്നില്ല. കോടതിയെ സമീപിച്ച സിസ തോമസിന് 2023 ഓഗസ്റ്റിൽ താൽക്കാലിക പെൻഷൻ പാസാക്കി ഉത്തരവിറക്കിയെങ്കിലും തുക കൈമാറാൻ സർക്കാർ തയ്യാറായില്ല. ഇതേ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച സിസ തോമസിന് ഇപ്പോൾ ആശ്വാസവിധി വന്നിരിക്കുകയാണ്. താൽക്കാലിക പെൻഷനും കുടിശ്ശികയും 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്നാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നത്. സ്ഥിരം പെൻഷനും ബാക്കി സർവീസ് ആനുകൂല്യങ്ങളും ഇത്രയും നാൾ എന്തുകൊണ്ട് നൽകിയില്ല എന്നതിന്റെ കാരണം കാണിക്കാനും സർക്കാരിനോട് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു. കാരണം കാണിച്ച് മറുപടി ഫയൽ ചെയ്യാൻ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറോടും ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു. തനിക്കെതിരായുള്ള നടപടികൾക്ക് പിന്നിൽ ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി സി അജയനാണെന്ന് സിസ തോമസ് ആരോപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കേസിൽ എതിർകക്ഷിയായി ചേർത്തുകൊണ്ടും ഹർജി ഫയൽ ചെയ്തു. കോടതി സി അജയന് നോട്ടീസ് അയച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിൽവർ ലൈനിൽ നിലപാട് കടുപ്പിച്ച് റെയിൽവേ പാത ബ്രോഡ് ഗേജിൽ വേണമെന്നത് നയമാണെന്നും ഇക്കാര്യത്തിൽ വിലപേശൽ നടക്കില്ല എന്നുമാണ് ദക്ഷിണ റെയിൽവേയുടെ നിലപാട്. ഇത് സംബന്ധിച്ച കേരളയിൽ ദക്ഷിണ റെയിൽവേ അവസാനവട്ട ചർച്ചയിലെ മിനിറ്റ്സിൻ്റെ പകർപ്പ് അമൃത ന്യൂസിന് ലഭിച്ചു. കഴിഞ്ഞ ഡിസംബർ 26-ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളയിലും ദക്ഷിണ റെയിൽവേ അധികൃതരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഉയർന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളയിലിന്റെ സിൽവർ ലൈൻ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം ലഭിച്ചത് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന നിലയിലാണ്. എന്നാൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഗേജ് സമ്മതിക്കില്ലെന്നാണ് റെയിൽവേയുടെ നിലപാട്. ഇത് സംബന്ധിച്ച ഒരു വിലപേശലിനും തയ്യാറല്ലെന്നും യോഗത്തിൽ ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിലപാടെടുക്കുകയായിരുന്നു. 2019-ൽ റെയിൽവേ നൽകിയ അനുമതി സ്റ്റാൻഡേർഡ് ഗേജിനാണെന്ന് കേരള അധികൃതർ വാദിച്ചതായാണ് വിവരം. തത്വത്തിൽ അംഗീകാരം നൽകിയ റെയിൽവേക്ക് ഭേദഗതി നിർദ്ദേശിക്കാനും അധികാരമുണ്ടെന്ന് റെയിൽവേ മറുവാദം ഉയർത്തിയതിന്റെ തെളിവുകളും പുറത്തുവന്ന മിനിറ്റ്സിലുണ്ട്. സ്റ്റാൻഡേർഡ് ഗേജ് ബുള്ളറ്റ് ട്രെയിന് മാത്രമേ അനുവദിക്കാനാകുകയുള്ളൂവെന്നും വിലപേശൽ നടക്കില്ലെന്ന് കൂടി റെയിൽവേയുടെ മിനിറ്റ്സിൽ സൂചിപ്പിക്കുന്നു. ഒടുവിൽ സംസ്ഥാന സർക്കാർ വഴി തീരുമാനം റെയിൽവേ മന്ത്രാലയത്തെ അറിയിച്ചുകൊള്ളാമെന്ന നിലപാടെടുത്താണ് ഗേജ് മാറ്റ ചർച്ചയിൽ നിന്ന് കേരള അധികൃതർ പിൻവാങ്ങിയത്. പിന്നീട് അടുത്ത തർക്കം വേഗത്തിന്റെ കാര്യത്തിലായി. 180 കിലോമീറ്ററിലധികം വേഗം അനുവദിക്കാൻ കഴിയില്ലെന്ന റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ഇറക്കിയിട്ടുള്ള നിർദ്ദേശവും ദക്ഷിണ റെയിൽവേ കേരളത്തിന് മുന്നിലേക്കിട്ടു. ഇതോടെ ഉന്നയിച്ച വിഷയങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്ത് നിലപാടറിയിക്കാമെന്ന് കേരള അധികൃതർ നിലപാടെടുത്ത് ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചി അമൃത ആശുപത്രിയിൽ പാരിസ്ഥിതിക രോഗകാരണങ്ങളുടെ പഠനത്തിൽ ശില്പശാല നടത്തി. കമ്മ്യൂണിറ്റി മെഡിസിൻ, പീഡിയാട്രിക്, കാർഡിയോളജി വിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ശില്പശാലയിൽ ഹൃദയാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളുടെ ശാസ്ത്രീയ വിശകലനം നടത്തി. സെൻറ്റർ ഫോർ ക്രോണിക് ഡിസീസസ് കൺട്രോൾ, അശോക യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ഹാർവാർഡ് TH Chan സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത്, സ്വീഡനിലെ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ പരിശീലന പരിപാടി അമൃത ആശുപത്രി ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ഉദ്ഘാടനം ചെയ്തു. പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ കൃഷ്ണകുമാർ, കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അശ്വതി S, പബ്ലിക് ഹെൽത്ത് വിഭാഗം മേധാവി ഡോക്ടർ KR തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന വായു മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ 50ഓളം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ശില്പശാലയിൽ പരിശീലനം ലഭിച്ചു. വയനാട് നൂൽപ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. കാപ്പാട് ഉന്നതിയിലെ മനുവാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ ചന്ദ്രിക ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വനംവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ച് നാട്ടുകാർ വൻ പ്രതിഷേധമുയർത്തി. വനംവകുപ്പ് ധനസഹായം പ്രഖ്യാപിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നാളെ വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. തമിഴ്നാടിനോട് ചേർന്ന വെള്ളരിക്കവലയിൽ നിന്ന് ഭാര്യ ചന്ദ്രികയ്ക്കൊപ്പം സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴാണ് കാപ്പാട് ഊരിനടുത്ത് വെച്ച് കാട്ടാന ആക്രമിച്ചത്.
വെള്ളം കുടിക്കാനെത്തിയ കാട്ടാന മനുവിനെ തുമ്പിക്കൈയിലെടുത്ത് എറിഞ്ഞ ശേഷം കുത്തുകയായിരുന്നു. രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടത്. ആനയെ കണ്ടോടിയ ചന്ദ്രികയെ പിന്നീട് നമ്പ്യാർകുന്ന് ഭാഗത്ത് നിന്ന് കണ്ടെത്തി. പ്രദേശത്ത് ഫെൻസിംഗ് ഒരുക്കാൻ പോലും വനംവകുപ്പ് തയ്യാറായിരുന്നില്ലെന്നും സ്ഥിരം കാട്ടാനകൾ എത്തുന്നതോടെ പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിച്ചത്. വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ വരുൺ ഡാലിയ നേരിട്ടെത്തി നൽകിയ ഉറപ്പിൽ മൃതദേഹം പിന്നീട് ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നഷ്ടപരിഹാരം ഇന്ന് തന്നെ കൈമാറുമെന്നും വാർഡൻ ഉറപ്പ് നൽകി. 1.5 കിലോമീറ്റർ ഫെൻസ് ഉണ്ടാക്കാം. പിന്നെ ട്രെഞ്ച് 2 കിലോമീറ്റർ ട്രെഞ്ച് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് റിപ്പയർ വേണം, അത് റിപ്പയർ ചെയ്യാം. പിന്നെ മൂന്നാമത്തെ പോസ്റ്റ്മോർട്ടം ശേഷം 5 ലക്ഷം ഇപ്പോൾ ഈ എക്സ്ഗ്രേഷ്യ കൊടുക്കാം. പിന്നെ ബാക്കി 5 ലക്ഷം ഈ ലീഗൽഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ കൊടുക്കാം. വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശം കൂടിയാണ് നൂൽപ്പുഴ. കടുവ ആക്രമണത്തിൽ ഭാസ്കരൻ എന്നയാൾ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. സ്വയം പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി അവശേഷിക്കുന്ന ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. അതേസമയം കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ നാളെ ഫാർമേഴ്സ് റിലീഫ് ഫോറവും തൃണമൂൽ കോൺഗ്രസും ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അമൃത ന്യൂസ്, വയനാട്. കായിക വാർത്തകൾ നോക്കാം. രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെതിരെ കേരളത്തിന് 399 റൺസ് വിജയലക്ഷ്യം. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടങ്ങിയ കേരളം 4-ാം ദിനം കളി നിർത്തുമ്പോൾ 2 വിക്കറ്റിന് 100 റൺസ് എന്ന നിലയിലാണ്. 8 വിക്കറ്റ് ശേഷിക്കെ കേരളത്തിന് ജയിക്കാൻ ഇനി വേണ്ടത് 98 ഓവറിൽ 299 റൺസാണ്. രോഹൻ കുന്നുമ്മൽ, ഷോൺ റോജർ എന്നിവരുടെ വിക്കറ്റുകളാണ് നഷ്ടമായത്. ജമ്മു കാശ്മീർ രണ്ടാം ഇന്നിംഗ്സ് 9-ന് 399 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.